Dear students, welcome to social science class. It's our first class in this new academic year. Okay, നമ്മുടെ ആദ്യത്തെ ക്ലാസ്സായ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സോഷ്യൽ സയൻസ് ആണ്. നമുക്കറിയാലേ, ഞാൻ എടുക്കുന്ന സബ്ജക്റ്റ് ഏതാ? സോഷ്യൽ സയൻസ് ആണ്. അപ്പോൾ സോഷ്യൽ സയൻസിൽ നമ്മൾ ഈ ഒരു അക്കാഡമിക് ഇയർ അല്ലെങ്കിൽ നമ്മുടെ 7th സ്റ്റാൻഡേർഡ് അതിൻ്റെ സോഷ്യൽ സയൻസിൽ ഏകദേശം 14 ചാപ്റ്ററുകൾ നമുക്ക് പഠിക്കാനുണ്ട്. എത്ര ചാപ്റ്ററുകളാണ് പഠിക്കാനുള്ളത്? 14 ചാപ്റ്ററുകൾ. അപ്പോൾ ഈ 14 ചാപ്റ്ററുകൾ നമുക്ക് പഠിക്കണം. അപ്പം ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യണം. എന്നിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇത് അറിഞ്ഞിരിക്കാൻ പറ്റുകയുള്ളൂ. ഞാൻ തരുന്ന പ്രവർത്തനങ്ങൾ അതേപടി ചെയ്യണം. ഓക്കെ, എനിക്കറിയാം നിങ്ങൾ ചെയ്യും, നല്ല കുട്ടികളാ. ഓക്കെ, അപ്പോൾ സോഷ്യൽ സയൻസിലെ ഒരു കാര്യം, നിങ്ങളുടെ 7th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത്, 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ കുറച്ച് ഭാഗങ്ങൾ, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു 30% ഭാഗങ്ങളാണ് നമുക്ക് SSLCയുടെ സോഷ്യൽ സയൻസ്, അതായത് 10ാം തരത്തിൻ്റെ സോഷ്യൽ സയൻസിൻ്റെ ഇതിൻ്റെ ബാക്കിയായിട്ടാണ് അവിടെ വരുന്നത് അല്ലേ. ഇവിടെ കുറച്ച് ഭാഗം ഇതിൻ്റെ പിന്തുടർച്ച എവിടെയാണ് വരുന്നത്? 10ാം ക്ലാസ്സിലുമായിട്ടാണ് വരുന്നത്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? അതെ, ഇത് പഠിച്ചിരിക്കണം. എന്നാലേ 10ാം ക്ലാസ്സിൽ നമ്മൾ സോഷ്യൽ സയൻസ് പഠിക്കുമ്പോൾ എന്ത് കിട്ടുകയുള്ളൂ? 10ാം ക്ലാസ്സിൽ അതറിഞ്ഞിരിക്കുക, പെട്ടെന്ന് മനസ്സിലാകുകയുള്ളൂ. ഇത് പഠിക്കാതെ പോയാൽ നമുക്ക് അവിടെ എത്തിയാൽ ഒന്നും മനസ്സിലാവില്ല. അപ്പം അതുകൊണ്ട് 7ാം ക്ലാസ്സിലെ ഈ ഒരു ഭാഗങ്ങൾ സോഷ്യൽ സയൻസ് കൃത്യമായിട്ട് എല്ലാവരും എന്ത് ചെയ്യുക? പഠിക്കുക. ഓക്കെ, നമുക്ക് നമ്മുടെ ആദ്യ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചാപ്റ്ററിലോട്ട് നമുക്ക് കടക്കാം. ഓക്കെ, നമുക്ക് അധികം പറയണ്ട, ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പുതിയ സാറൊന്നുമല്ല, 6ാം ക്ലാസ്സിൽ ഞാൻ തന്നെയായിരുന്നു എടുത്തിരുന്നത്. അപ്പം അതുകൊണ്ട് നമുക്ക് നേരെ ചാപ്റ്ററിലോട്ട് കടക്കാം. ഓക്കെ, ആദ്യത്തെ ചാപ്റ്ററാണ് യൂറോപ്പ് ഇൻ ട്രാൻസിഷൻ എന്ന് പറയുന്ന ആദ്യത്തെ ചാപ്റ്റർ. ഈ ചാപ്റ്ററിൽ നമുക്ക് നോക്കാനുള്ളത് അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. യൂറോപ്പ് നമുക്കറിയാം, നമ്മുടെ കോണ്ടിനെൻസിൻ്റെ പേരുകളൊക്കെ നമുക്കറിയാം അല്ലേ. 7 കോണ്ടിനെൻസ് ഒക്കെ നമ്മൾ പഠിച്ചു വന്നിട്ടുണ്ട്. 6th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ടോ? ഇല്ല, നമ്മൾ 5th സ്റ്റാൻഡേർഡിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. 7 കോണ്ടിനെൻസിൻ്റെ പേരുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലെ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് കോണ്ടിനെൻ്റ് ആണെന്ത്? യൂറോപ്പ്. അപ്പോൾ ആ യൂറോപ്പിൽ വന്നിട്ടുള്ള ചില ട്രാൻസിഷൻ. എന്താ ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റൊരു അർത്ഥം പറയുന്നത് ചേഞ്ച് ഇല്ലേ, മാറ്റം എന്നൊക്കെ പറയാം. അപ്പോൾ യൂറോപ്പിൻ ട്രാൻസിഷൻ, യൂറോപ്പ് എന്തിലോട്ട് വരികയാണ്? ചെറിയൊരു മാറ്റത്തിലോട്ട്. ഇതിൻ്റെ മലയാളം പറയുകയാണ് യൂറോപ്പ് എന്താകുന്നത്? ട്രാൻസിഷൻ. യൂറോപ്പ് ഒരു പരിവർത്തന പാതയിലാണ്, അല്ലെങ്കിൽ ഒരു മാറ്റത്തിലാണ്. ആ മാറ്റത്തെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, യൂറോപ്പിൻ ട്രാൻസിഷൻ. ഓക്കെ, അപ്പം നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആദ്യം തന്നെ ഈ ചാപ്റ്റർ തുടങ്ങുമ്പോൾ ഒരു ചിത്രം അല്ലേ, ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഏകദേശം നമ്മുടെ താജ്മഹലിനെ പോലെ ഉള്ള, താജ്മഹലിൻ്റെ പ്രത്യേകത എന്താണെന്ന് എല്ലാവർക്കും അറിയാം, ഞാൻ പറഞ്ഞു തരേണ്ട ഇതൊന്നുമില്ല. അപ്പോൾ താജ്മഹലിനെ പോലെയുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മോനുമെന്റ്, അതാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ആദ്യം തന്നെ കൊടുത്തിട്ടുള്ളത്, ഫസ്റ്റ് പേജിൽ അല്ലേ. എന്താ അതിൻ്റെ പേര്? എല്ലാവരും ഒന്ന് നോക്കുക. എന്താ അതിൻ്റെ പേര്? ഹഗിയ സോഫിയ. എന്താണ്? ഹഗിയ സോഫിയ. ഓക്കെ, ഞാൻ എഴുതുന്നു ഹഗിയ സോഫിയ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെയിമാണ്. ഓക്കെ, ഹഗിയ സോഫിയ. ഈ ഹഗിയ സോഫിയ എന്ന് പറഞ്ഞാൽ ഈ ചിത്രം ഒന്ന് നോക്കൂ അല്ലേ. ആ ചിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും വളരെ ഭംഗിയുള്ള കല്ലുകൾ കൊണ്ട് കൊത്തി വെച്ചിട്ടുള്ള മിനാരങ്ങൾ കാണാം അല്ലേ, സ്തൂപങ്ങൾ കാണാം, പില്ലറുകൾ കാണാം. അപ്പോൾ പെട്ടെന്ന് നമുക്ക് കണ്ടാൽ
അതൊരു ജസ്റ്റ് പള്ളിയെ പോലെ തോന്നാം. ഓക്കെ, ഹഗിയ സോഫിയയെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് പറയാൻ പോകുന്നു. ഹഗിയ സോഫിയ ഓക്കെ, അപ്പൊ എല്ലാവരും ഹഗിയ സോഫിയ എന്ന് പറയുന്ന ഒരു മോനുമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, സ്മാരകം. ആ ഒരു സ്മാരകത്തിന്റെ ചിത്രം എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ. എന്താണ് ഹഗിയ സോഫിയ? ഇറ്റ് ഈസ് എ മോനുമെന്റ്, ഒരു മോനുമെന്റ് ആണ്, നമുക്കറിയാം. ഇനി നമ്മൾ അതിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഹഗിയ സോഫിയ എന്ന് പറയുന്ന ആ ഒരു മോനുമെന്റിന്റെ പ്രത്യേകതകൾ. ഓക്കെ, ഇറ്റ് ഈസ് ദി one of the important monuments in the history of the world. ലോകത്തിലെ ഹിസ്റ്ററി എന്താ, വേൾഡ് ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ലോക ചരിത്രം. നമുക്ക് ഇന്ത്യൻ ഹിസ്റ്ററി, ഇന്ത്യയുടെ ചരിത്രങ്ങളുണ്ട് അല്ലേ. അപ്പൊ ഇന്ത്യയുടെ പഴയ കാലത്തെ കാര്യങ്ങളാണ് എന്ത്, ഹിസ്റ്ററി എന്ന് പറയുന്നത്. കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ എന്താണ്, ഹിസ്റ്ററിയാണ്. അതേപോലെ വേൾഡ് ഹിസ്റ്ററി എന്താ, വേൾഡ് ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ ഹിസ്റ്ററി, ലോകത്തിലെ ഹിസ്റ്ററി, ലോക ചരിത്രം. ആ ലോക ഹിസ്റ്ററിയിലെ അല്ലെങ്കിൽ വേൾഡ് ഹിസ്റ്ററിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് മോനുമെന്റ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മോനുമെന്റ് ആണ്, ഒരു സ്മാരകമാണ് ഏത്, ഹഗിയ സോഫിയ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ കണ്ട ചിത്രം. ഓക്കെ, ഏറ്റവും നമുക്ക് പറയാനുള്ളത് ഇറ്റ് ഈസ് എ ഇമ്പോർട്ടൻറ്റ് മോനുമെന്റ് ആണ്. എന്താ മോനുമെന്റ് എന്ന് പറഞ്ഞാല് നമുക്കറിയാം, സ്മാരകം അല്ലെ. സ്മാരകം, ഇതൊരു സ്മാരകമാണ്. ഓക്കെ, അപ്പൊ ആദ്യത്തെ പോയിന്റ് നമുക്ക് മനസ്സിലായില്ലേ, നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എന്താണ്, വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് മോനുമെന്റ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ദി വേൾഡ്. ലോക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മോനുമെന്റ് ആണ് ഏത്, ഹഗിയ സോഫിയ. ഇനി ഈ ഹഗിയ സോഫിയ ഏത് കാലഘട്ടത്തിലാണ് നിർമ്മിച്ചിട്ടുള്ളത് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇറ്റ് ഈസ് ബിൽഡ് ഇൻ ദി 6th century, 6ാം നൂറ്റാണ്ടിലാണ്. ഇപ്പൊ ഏതാ നൂറ്റാണ്ട്? നമ്മൾ നിൽക്കുന്ന നൂറ്റാണ്ട് ഏതാ? 21st ആണ് അല്ലെ. 21ാം സെഞ്ചുറി ആണ്, 21st century ആണ് എന്ത് നിൽക്കുന്നത്, നമ്മൾ നിൽക്കുന്നത് അല്ലെ, നമ്മൾ ജീവിക്കുന്ന സെഞ്ചുറി. അപ്പൊ ഇത് എത്ര സെഞ്ചുറികൾ അല്ലെ, ഒരു സെഞ്ചുറി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 century നമ്മൾ 5ാം ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലേ? 1 century is equal to 100 years അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു സെഞ്ചുറി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100 years ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഏത് കാലഘട്ടത്തിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്? 6th centuryയിലാണ്. 6th century, 6ാം നൂറ്റാണ്ടിലാണ് ഹഗിയ സോഫിയ എന്ന് പറയുന്ന ആ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു മോനുമെന്റ് നിർമ്മിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി ഇത് എവിടെയാണ് നോക്കൂ. ഇറ്റ് ഈസ് പ്രിസർവ്ഡ് ആസ് എ ഹിസ്റ്ററി മ്യൂസിയം ഇൻ തുർക്കി. തുർക്കിയിലാണ്. ഓക്കെ, എവിടെയാണ്? തുർക്കിയില് ഒരു ഹിസ്റ്ററി മ്യൂസിയം ആയിട്ട്, എന്താ ഹിസ്റ്ററി, ചരിത്ര മ്യൂസിയം ആയിട്ട് അത് എന്ത് ചെയ്തിട്ടുണ്ട്? പ്രിസർവ് ചെയ്തിട്ടുണ്ട്. പ്രിസർവ്ഡ് എന്ന് പറഞ്ഞാല് എന്താ, സംരക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം തുർക്കിയിലെ ഒരു ഹിസ്റ്ററി മ്യൂസിയം ആണ് എന്ത്, ഇപ്പോ ഈ ഹഗിയ സോഫിയ. ഇപ്പോ നൗഡേയ്സ് ഇപ്പോ ഇത് ഹഗിയ സോഫിയ ഇപ്പോ ഹിസ്റ്ററി മ്യൂസിയം ആണ്. എന്നിരുന്നാലും അത് ഇപ്പോ എന്ത് ഏറ്റെടുത്തു? ഇപ്പൊ അതൊരു ജുമാ മസ്ജിദായിട്ട് ഏറ്റെടുത്തു. ഓക്കെ, ഹഗിയ സോഫിയ മസ്ജിദായി. ഓക്കെ, ഇപ്പൊ പള്ളിയാണ്. അപ്പൊ ഹഗിയ സോഫിയ ഇപ്പം പള്ളിയാണ്, നൗഡേയ്സ് പള്ളിയാണ്, മോസ്ക് ആണ്. ഓക്കെ, അപ്പൊ അവിടെ ആ പള്ളിയിൽ ഹഗിയ സോഫിയയിൽ ഇപ്പോഴും പോയാലേ ഒരുപാട് എന്ത് കാണാൻ സാധിക്കും, ചരിത്ര ശേഷിപ്പുകൾ നമുക്ക് ഹഗിയ സോഫിയയിൽ കാണാൻ സാധിക്കും. ഓക്കെ, വേണമെങ്കിൽ ഞാൻ അതിന്റെ വീഡിയോ നിങ്ങൾക്ക് ഞാൻ അയച്ചു തരാം. ഹഗിയ സോഫിയയുടെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, അതിന്റെ ഉള്ളൊക്കെ കാണിക്കുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നിട്ടുള്ളത് ഹഗിയ സോഫിയനെ കുറിച്ചാണ്. ഹഗിയ സോഫിയ എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് ഹഗിയ സോഫിയ?
ഇറ്റ് വാസ് ദി വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് മോനുമെന്റ്. അതൊരു മോനുമെന്റ് ആണ്, ഒരു പ്രധാനപ്പെട്ട സ്മാരകമാണ്. വേൾഡ് ഹിസ്റ്ററിയിലെ ഒരു മോനുമെന്റ് ആണ്. ലോക ചരിത്രത്തിൽ ഇടം നേടിയിട്ടുള്ള ഒരു ചരിത്ര സ്മാരകമാണ് ഇത് ഹഗിയ സോഫിയ. നമ്മൾ ഈ കണ്ടിട്ടുള്ള ആ ചിത്രം കണ്ട, ആ ബിൽഡിങ് അല്ലെങ്കിൽ ആ ഒരു ഇത്, ഓക്കെ, ആ ഒരു സ്മാരകം. അപ്പൊ അത് ഏത് കാലഘട്ടത്തിലാണ് നിർമ്മിച്ചിട്ടുള്ളത്? 6th സെഞ്ചുറിയിലാണ്. ഏത് കാലഘട്ടത്തിലാണ്? 6th സെഞ്ചുറിയിലാണ്. അതും മറന്നു പോകരുത്. ഓക്കെ, ഇനി അത് എവിടെയാണ് ഇപ്പോൾ നൗഡേയ്സ്, അല്ലെങ്കിൽ ഇപ്പോൾ എന്താണിത്? ഇറ്റ് വാസ് ദി ഹിസ്റ്ററി മ്യൂസിയം ഇൻ തുർക്കി. തുർക്കിയിലെ ഹിസ്റ്ററി മ്യൂസിയം ആണ്. തുർക്കിയിലെ ചരിത്ര പ്രധാനമായിട്ടുള്ള ചരിത്ര ശേഷിപ്പുകളുള്ള ഒരു ഹിസ്റ്ററി മ്യൂസിയം, ചരിത്ര മ്യൂസിയമായിട്ട് അത് എന്ത് ചെയ്യുന്നുണ്ട്? പ്രിസർവ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അത് സംരക്ഷിച്ചു വരുന്നുണ്ട്. ഓക്കെ, ഇനി നോക്കുക. ഇറ്റ് ഈസ് ദ എപ്പിറ്റം ഓഫ് ദി ആർക്കിടെക്ചറൽ സ്പ്ലൻഡേഴ്സ് ഓഫ് കോൺസ്റ്റന്റിനോപ്പിൾ. ഇവിടെ പറയുന്നത് ഈ നമ്മൾ പറഞ്ഞ തുർക്കിയിലാണെന്ന്. തുർക്കിയിൽ ശരിക്കും ഹഗിയ സോഫിയ നിലനിൽക്കുന്നത് എവിടെയാണ്? കോൺസ്റ്റന്റിനോപ്പിളിലാണ്. ഓക്കെ, ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ കോൺസ്റ്റന്റിനോപ്പിൾ. ഈ കോൺസ്റ്റന്റിനോപ്പിളിന്റെ അല്ലെങ്കിൽ കോൺസ്റ്റന്റിനോപ്പിളിന്റെ ആർക്കിടെക്ചറൽ സ്പ്ലൻഡേഴ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പോയിന്റ് ആണ്. കോൺസ്റ്റന്റിനോപ്പിളിന്റെ അവിടുത്തെ വാസ്തുവിദ്യാ ശൈലിയെ, ആർക്കിടെക്ചറൽ സ്പ്ലൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ വാസ്തുവിദ്യയിലെ ഉള്ള വൈവിധ്യത്തെയാണ് എന്ത് കാണിക്കുന്നത്? ഹഗിയ സോഫിയ കാണിക്കുന്നത്. എന്താ ആർക്കിടെക്ചറൽ സ്പ്ലൻഡേഴ്സ്? നിങ്ങൾ ആർക്കിടെക്ചറൽ സ്പ്ലൻഡേഴ്സ് ഒക്കെ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ട്. നമ്മൾ 6ാം ക്ലാസ്സിൽ നമ്മുടെ കുറച്ച് മോണുമെന്റ്സിന്റെ പേരുകൾ നമ്മൾ പഠിക്കും. താജ്മഹൽ, കുത്തുബ് മിനാർ, അതുപോലെ ചാർമിനാർ, അതുപോലെ മറ്റു ഡിഫറെന്റ് ആയിട്ടുള്ള മോണുമെന്റ്സിന്റെ പേരുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ അവിടെ അല്ലേ നമ്മൾ കേട്ട ഒരു പേരാണിത് ആർക്കിടെക്ചറൽ സ്പ്ലെൻഡർ, അല്ലെങ്കിൽ ആർക്കിടെക്ചർ, വാസ്തുവിദ്യാ ശൈലി. ഇത് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ വാസ്തുവിദ്യ, അതായത് ആ ബിൽഡിങ്ങുകളൊക്കെ, വലിയ കെട്ടിടങ്ങളും വലിയ ഗോപുരങ്ങളും വലിയ സ്മാരകങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ശൈലി. അപ്പൊ അങ്ങനത്തെ ഒരു ശൈലിക്കുള്ള ഒരു സ്പ്ലെൻഡർ ആണ്. സ്പ്ലെൻഡേഴ്സ് പറഞ്ഞാൽ ഒരു വൈവിധ്യപൂർണമായിട്ടുള്ള, അല്ലെങ്കിൽ ആർക്കിടെക്ചറൽ സ്പ്ലെൻഡർ, വാസ്തുവിദ്യയിലുള്ള വൈവിധ്യത്തെയാണ് എന്ത് കാണിക്കുന്നത്? ഹഗിയ സോഫിയ. അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ, ഒരു വീഡിയോ അയച്ചു തരാന്ന് പറഞ്ഞില്ലേ? ഹഗിയ സോഫിയയുടെ വീഡിയോ അയച്ചു തരാം ഞാൻ കേട്ടോ. ക്ലാസ്സിന്റെ ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അയച്ചു തരാം. അപ്പൊ അതിൽ നമുക്ക് മനസ്സിലാകും അതെങ്ങനെയാണ് അത്രയും ഭംഗിയായിട്ട് ഈ ഒരു ഹഗിയ സോഫിയ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും നേരിട്ട് പോയി കാണണം. അത്രയും ഭംഗിയാണ് ഹഗിയ സോഫിയ. അപ്പൊ ആ ഹഗിയ സോഫിയ അത് അത്ര ഭംഗിയില് ഈ 6ാം നൂറ്റാണ്ടില്, 6ാം നൂറ്റാണ്ട് എന്ന് പറഞ്ഞാൽ എത്രയായി? 6ാം നൂറ്റാണ്ടില് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. 6ാം നൂറ്റാണ്ടിൽ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് രൂപകൽപ്പന ചെയ്യേണ്ടത്, ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഉണ്ടാക്കേണ്ടത്. അപ്പം ഹഗിയ സോഫിയ നിലനിൽക്കുന്ന കോൺസ്റ്റന്റിനോപ്പിൾ, ആ കോൺസ്റ്റന്റിനോപ്പിളിൽ ഉള്ള ആളുകളുടെ ഒരു ആർക്കിടെക്ചറൽ സ്പ്ലെൻഡറാണ്, വാസ്തുവിദ്യയിലുള്ള ഒരു ശൈലി, അല്ലെങ്കിൽ ആ വാസ്തുവിദ്യാ ശൈലിയിലുള്ള വൈവിധ്യത്തെയാണ് എന്ത് കാണിക്കുന്നത്? ഇത് ഹഗിയ സോഫിയ കാണിക്കുന്നത്. അപ്പൊ അതാണ് ആ പോയിന്റ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഹഗിയ സോഫിയനെ കുറിച്ച് നമ്മൾ പറയുന്നത്. എന്താണ് ആദ്യത്തെ പോയിന്റ്? ഇറ്റ് വാസ് ദ ഇമ്പോർട്ടന്റ് മോണുമെന്റ് and it is built in the 6th century and it is also preserved as the World History Museum in Turkey. Okay, next പറയുന്നു, it was the epitome of the architectural splendors in the Constantinople. കോൺസ്റ്റന്റിനോപ്പിളിന്റെ ഒരു വാസ്തുവിദ്യാ ശൈലിയുള്ള ഒരു വൈവിധ്യത്തെ കാണിക്കുന്ന ഒന്നാണ് ഈ ഹഗിയ സോഫിയ. അപ്പൊ ഹഗിയ സോഫിയനെ കുറിച്ച് നിങ്ങൾ ഇത്ര മനസ്സിലാക്കിയില്ലേ? ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു കോൺസ്റ്റന്റിനോപ്പിൾ, ഹഗിയ സോഫിയ നിലനിൽക്കുന്ന സ്ഥലം, അല്ലെങ്കിൽ അത് നിൽക്കുന്ന പ്രദേശമാണ് ഇത് കോൺസ്റ്റന്റിനോപ്പിൾ. നിങ്ങൾ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ കോൺസ്റ്റന്റിനോപ്പിൾ? ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ കോൺസ്റ്റന്റിനോപ്പിൾ? ഇല്ല അല്ലേ? ആരും പറഞ്ഞു കേട്ടിട്ടില്ല.
അപ്പൊ നമ്മൾ കോൺസ്റ്റന്റിനോപ്പിൾ പറഞ്ഞു അല്ലെ. ആ കോൺസ്റ്റന്റിനോപ്പിളിലാണ് എന്തുള്ളത്, ഹഗിയ സോഫിയ എന്ന് പറയുന്ന വേൾഡ് ഹിസ്റ്ററിയിലെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ആയിട്ടുള്ള മോനുമെന്റ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ആ കോൺസ്റ്റന്റിനോപ്പിളിനെ കുറിച്ചാണ് പറയുന്നത്. കോൺസ്റ്റന്റിനോപ്പിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതിനു മുമ്പ് കേട്ടിട്ടില്ല അല്ലെ, കോൺസ്റ്റന്റിനോപ്പിൾ കേട്ടിട്ടില്ല. കാരണം നിങ്ങൾ ജനിച്ചപ്പോൾ കോൺസ്റ്റന്റിനോപ്പിൾ എന്ന് പറയുന്ന പേരില്ല, അതിനെ മാറ്റിയിട്ടുണ്ട് അല്ലെ. എന്ത്, ഇപ്പോഴത്തെ പേര് കോൺസ്റ്റന്റിനോപ്പിളിന്റെ ഇപ്പോഴത്തെ പേരാണെന്ത്, ഇസ്താംബൂൾ. എന്താണ്, ഇസ്താംബൂൾ. ഈ പേര് നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടായിരിക്കും ഇസ്താംബൂളിനെ കുറിച്ച്. അപ്പൊ കോൺസ്റ്റന്റിനോപ്പിൾ എന്ന് പറയുന്നത് ഇസ്താംബൂളിന്റെ പഴയ പേരാ. ഇസ്താംബൂൾ എന്ന് പറയുന്ന ഇത് പുതിയ പേരാണ്, ഇത് പഴയ പേരാണ് കോൺസ്റ്റന്റിനോപ്പിൾ. അപ്പൊ കോൺസ്റ്റന്റിനോപ്പിളിന്റെ ന്യൂ നെയിം ആണ് ഇത്, ഇസ്താംബൂൾ. ഇതായിരിക്കും നിങ്ങൾ കൂടുതലായിട്ട് കേട്ടിട്ടുണ്ടായിരിക്കാം. ഓക്കെ, അപ്പൊ കോൺസ്റ്റന്റിനോപ്പിളിന്റെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് നോക്കാം. ഇൻ ദ ഹിസ്റ്ററി ഓഫ് ദ വേൾഡ്, ദ കോൺസ്റ്റന്റിനോപ്പിൾ ഈസ് ദ ക്യാപിറ്റൽ സിറ്റി ഓഫ് ഈസ്റ്റേൺ റോമൻ എംപയർ. അപ്പോൾ വേൾഡ് ഹിസ്റ്ററിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഹിസ്റ്ററി ഓഫ് വേൾഡ്, അതായത് വേൾഡ് ഹിസ്റ്ററിയിൽ, ലോക ചരിത്രത്തിൽ പണ്ട് കാലത്തൊക്കെ കുറെ കാലങ്ങൾക്ക് മുമ്പ് കോൺസ്റ്റന്റിനോപ്പിൾ എന്ന പേര് ഉള്ള സമയത്ത്, ഈ കോൺസ്റ്റന്റിനോപ്പിൾ എന്ന പേരുള്ള സമയത്ത് ഹിസ്റ്ററി ഓഫ് വേൾഡ്, ലോക ചരിത്രത്തില് കോൺസ്റ്റന്റിനോപ്പിള് എന്തായിരുന്നു, ക്യാപിറ്റൽ സിറ്റി ഓഫ് ഈസ്റ്റേൺ റോമൻ എംപയർ. ക്യാപിറ്റൽ സിറ്റി എന്ന് പറഞ്ഞാൽ തലസ്ഥാന നഗരം. ഈസ്റ്റേൺ റോമൻ എംപയർ, ഈസ്റ്റേൺ റോമൻ എംപയറിന്റെ, അതായത് ഈസ്റ്റേൺ റോമൻ, കിഴക്കൻ റോമ സാമ്രാജ്യം, അതാണ് ഈസ്റ്റേൺ റോമൻ, കിഴക്കൻ റോമ സാമ്രാജ്യം. ഓക്കെ, ഈസ്റ്റേൺ റോമൻ എംപയർ. അപ്പൊ കോൺസ്റ്റന്റിനോപ്പിള് എന്തിന്റെ തലസ്ഥാനമായിരുന്നു, ഈസ്റ്റേൺ റോമൻ എംപയറിന്റെ തലസ്ഥാനമായിരുന്നു പണ്ട് കാലങ്ങളിൽ. ലോക ചരിത്രത്തില്, വേൾഡ് ഹിസ്റ്ററിയിൽ എന്തായിരുന്നു, കോൺസ്റ്റന്റിനോപ്പിള് ക്യാപിറ്റൽ ആയിരുന്നു. എന്തിന്റെ ക്യാപിറ്റൽ ആയിരുന്നു, ഈസ്റ്റേൺ റോമൻ എംപയറിന്റെ ക്യാപിറ്റൽ ആയിരുന്നു. അപ്പൊ ഇതാണ് എന്ത്, കോൺസ്റ്റന്റിനോപ്പിളിനെ കുറിച്ച് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, ഹിസ്റ്ററി ഓഫ് വേൾഡില് കോൺസ്റ്റന്റിനോപ്പിൾ എന്ന് പറയുന്നത് ദ ക്യാപിറ്റൽ സിറ്റി ഓഫ് ഈസ്റ്റേൺ റോമൻ എംപയർ, കിഴക്കൻ റോമ സാമ്രാജ്യം. അപ്പൊ നിങ്ങൾക്കൊരു സംശയം ഉണ്ടായിരിക്കും, വാട്ട് ഈസ് ഈസ്റ്റേൺ റോമൻ എംപയർ, എന്താണ് ഈ കിഴക്കൻ റോമൻ സാമ്രാജ്യം അല്ലെങ്കിൽ ഈസ്റ്റേൺ റോമൻ എംപയർ എന്ന് പറഞ്ഞാൽ എന്താണ്, സംശയമുണ്ടോ? ഈസ്റ്റേൺ റോമൻ എംപയർ എന്ന് പറഞ്ഞാൽ പണ്ട് കാലങ്ങളിൽ, മിഡീവിയൽ വേൾഡിൽ, മധ്യകാല സമയങ്ങളിൽ, അല്ലെങ്കിൽ വേൾഡ് ഹിസ്റ്ററിയിൽ, ലോക ചരിത്രത്തിൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പം അത്രയും വർഷങ്ങൾക്ക് മുമ്പ് നമുക്കറിയാം. ഇപ്പം നിങ്ങളോട് ഞാൻ ഇപ്പോൾ ഒരു ചോദ്യം ചോദിക്കുന്നു, എന്ത്, ഇപ്പോൾ ലോകത്തിൽ ഏറ്റവും വലിയ ശക്തിയുള്ള, സൈനിക ശക്തിയുള്ള, ആൾബലമുള്ള, ഏറ്റവും കൂടുതൽ മിലിറ്ററി ഫോഴ്സ് ഉള്ള ഒരു രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും എന്ത്, ചിലർ ചൈന എന്ന് പറയും, ചിലർ ഉത്തര കൊറിയ എന്നൊക്കെ പറയും, ചിലർ അമേരിക്ക എന്നൊക്കെ പറയും അല്ലേ. അങ്ങനെ പേരുകളൊക്കെ ഉണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അമേരിക്കയാണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ആർമിയുള്ള ഒരു രാജ്യം. അമേരിക്കയാണ് ഏറ്റവും കൂടുതൽ ആണവോർജ്ജങ്ങൾ ഉള്ള രാജ്യം. അപ്പം അമേരിക്കയാണ് ഇപ്പോൾ നമ്മുടെ ലോകരാഷ്ട്രങ്ങളിൽ ഏറ്റവും പവറായിട്ടുള്ള രാജ്യം. ഏതാണ്? അമേരിക്ക. ഓക്കെ, അതേപോലെ പണ്ട് കാലങ്ങളിൽ, കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ വേൾഡ് ഹിസ്റ്ററിയിലൊക്കെ ഈ ഈസ്റ്റേൺ റോമൻ എംപയർ എന്ന് പറഞ്ഞാൽ അന്നത്തെ വലിയൊരു ശക്തിയായിരുന്നു, ഒരു പവറായിരുന്നു, ഒരു സാമ്രാജ്യമായിരുന്നു. ഒരു ചെറിയ ഒരു രാജ്യം പോലെയുള്ളത്, അതാണ് സാമ്രാജ്യം. ഒരു സാമ്രാജ്യമായിരുന്നു ഈസ്റ്റേൺ റോമൻ എംപയർ. എന്താണ് ഈസ്റ്റേൺ റോമൻ എംപയർ എന്ന് ഞാൻ പറഞ്ഞു. റോമ സാമ്രാജ്യത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് ഇനി പഠിക്കാനുണ്ട്, 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കാനുണ്ട് റോമ സാമ്രാജ്യത്തെ കുറിച്ച്. അപ്പൊ ആ റോമ സാമ്രാജ്യം രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് വെസ്റ്റേൺ റോമൻ എംപയറും അതുപോലെ ഈസ്റ്റേൺ റോമൻ എംപയറും. അപ്പൊ ആ ഈസ്റ്റേൺ റോമൻ എംപയറിന്റെ ക്യാപിറ്റൽ ആണ് കോൺസ്റ്റന്റിനോപ്പിൾ. ഓക്കെ, അപ്പൊ അതത്ര ഒന്നും നോക്കണ്ട, നിങ്ങൾ ഇത് മനസ്സിലാക്കി വെച്ചാൽ മതി. ലോക ചരിത്രത്തില് കോൺസ്റ്റന്റിനോപ്പിൾ എന്ന് പറഞ്ഞാല് എന്തിന്റെ ക്യാപിറ്റൽ ആയിരുന്നു? ഈസ്റ്റേൺ റോമൻ എംപയർ അല്ലെങ്കിൽ
കിഴക്കൻ റോമ സാമ്രാജ്യത്തിന്റെ ക്യാപിറ്റൽ ആയിരുന്നു കോൺസ്റ്റന്റിനോപ്പിൾ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഇസ്താംബൂൾ. പ്രസന്റ് നെയിം ഓഫ് കോൺസ്റ്റന്റിനോപ്പിൾ ഈസ് ഇസ്താംബൂൾ. ഓക്കെ, അപ്പൊ അത്രയാണ് ഇതിനെ കുറിച്ച് പറയാം. ഇനി നമുക്ക് നോക്കാം, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് കോൺസ്റ്റന്റിനോപ്പിൾ. എന്താണ് വേൾഡ് ഹിസ്റ്ററിയിൽ ഇത്രയും കോൺസ്റ്റന്റിനോപ്പിളിന് ഇത്രയും പ്രത്യേകത വരാനുള്ള ഒരു കാരണം എന്താണ്? അതാണ് ഇനി നമുക്ക് നോക്കാൻ പോകുന്നത്. വാട്ട് ആർ ദ ഫീച്ചേഴ്സ്? ഓക്കെ, അപ്പൊ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് കോൺസ്റ്റന്റിനോപ്പിൾ. കോൺസ്റ്റന്റിനോപ്പിളിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ആദ്യത്തെ പറയുന്നത് സെന്റർ ഓഫ് നോളജ്. സെന്റർ ഓഫ് നോളജ്, അറിവിന്റെ ഒരു ഉറവിടമായിരുന്നു എന്ത് നമ്മുടെ കോൺസ്റ്റന്റിനോപ്പിൾ. എന്താ അറിവിന്റെ ഉറവിടം? കോൺസ്റ്റന്റിനോപ്പിൾ എന്താ ബുദ്ധിയുണ്ടോ അറിവിന്റെ ഉറവിടം എന്നൊക്കെ പറയാൻ? ഓക്കെ, എന്തുകൊണ്ടാണ്? ആ കോൺസ്റ്റന്റിനോപ്പിളിൽ ഒരുപാട് വലിയ എഴുത്തുകാരന്മാരും സാഹിത്യകാരന്മാരും അതുപോലെ ശില്പികളും പണ്ഡിതന്മാരും ഒക്കെ ജീവിച്ചിരുന്ന, ഒക്കെ നിലനിന്നിരുന്ന ഒരു പ്രദേശമായിരുന്നു കോൺസ്റ്റന്റിനോപ്പിൾ. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് അതിന് എന്ത് പറയുന്നത്? സെന്റർ ഓഫ് നോളജ്, അറിവിന്റെ ഉറവിടം എന്ന് പറയുന്നത്. ഒരുപാട് പണ്ഡിതന്മാരുള്ള ഒരു സ്ഥലമായിരുന്നു. അതുകൊണ്ട് അതിനെ വിളിക്കുന്നത് സെന്റർ ഓഫ് നോളജ്. കോൺസ്റ്റന്റിനോപ്പിൾ എന്ന് പറഞ്ഞാൽ സെന്റർ ഓഫ് നോളജ് ആയിരുന്നു, അറിവിന്റെ ഉറവിടമായിരുന്നു. അതാണ് അത് പറയുന്നത്. ഓക്കെ, ദ സെന്റർ ഓഫ് നോളജ്. നെക്സ്റ്റ് പറയുന്നു അബോർഡ് ഓഫ് സ്കോളേഴ്സ് ആൻഡ് ട്രഷർ ട്രോവ് ഓഫ് സ്കോളർലി ടെക്സ്റ്റ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു പോയിന്റിനോട് ബന്ധപ്പെട്ടുള്ളത് തന്നെയാണ്. അങ്ങനെ ബന്ധപ്പെട്ട് നോക്കിയാൽ മതി. അബോർഡ് ഓഫ് സ്കോളേഴ്സ്. സ്കോളേഴ്സ് എന്ന് പറഞ്ഞാല് വലിയ എഴുത്തുകാരന്മാര്, പണ്ഡിതന്മാര്, അതാണ് സ്കോളേഴ്സ്, എഴുത്തുകാരന്മാര്. ഓക്കെ, അതാണ് സ്കോളേഴ്സ് എന്ന് പറഞ്ഞാല് വലിയ പ്രമുഖരായിട്ടുള്ള പണ്ഡിതന്മാര്, എഴുത്തുകാരന്മാരൊക്കെ സ്കോളേഴ്സ് എന്ന് പറയും. അപ്പൊ അബോർഡ് ഓഫ് സ്കോളേഴ്സ്, ഒരുപാട് എന്തുണ്ടായിരുന്നു? സ്കോളേഴ്സ് ഉണ്ടായിരുന്നു. എവിടെ? ഒരുപാട് എഴുത്തുകാരന്മാരും പണ്ഡിതന്മാരും എവിടെ ഉണ്ടായിരുന്നു? കോൺസ്റ്റന്റിനോപ്പിളിൽ ഉണ്ടായിരുന്നു. ആൻഡ് ട്രഷർ ട്രോവ് ഓഫ് സ്കോളർലി ടെക്സ്റ്റ്. സ്കോളർലി ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ സ്കോളേഴ്സ് അല്ലെങ്കിൽ ഈ പണ്ഡിതന്മാർ എഴുതിയ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ, അതായത് ഗ്രന്ഥങ്ങൾ. ഓക്കെ, ഗ്രന്ഥങ്ങൾ എവിടെ ഉണ്ടായിരുന്നു? കോൺസ്റ്റന്റിനോപ്പിൾ. അപ്പൊ ഇത് ഒന്ന് മറച്ചു പറയുകയാണെങ്കിൽ, ഓക്കെ, നമ്മുടെ കോൺസ്റ്റന്റിനോപ്പിളില് എന്തുണ്ടായിരുന്നു? ഒരുപാട് വലിയ വലിയ പണ്ഡിതന്മാര്, സാഹിത്യകാരന്മാര്, എഴുത്തുകാര് ഒക്കെ ഉണ്ടായിരുന്നു. അവരുടെ ഗ്രന്ഥങ്ങളും അവരുടെ സ്കോളർലി ടെക്സ്റ്റും അത് എവിടെ ഉണ്ടായിരുന്നു? ഇൻ കോൺസ്റ്റന്റിനോപ്പിളിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ കൊണ്ടാണ് അതിനെ എന്ത് വിളിക്കുന്നത്? സെന്റർ ഓഫ് നോളജ് എന്ന് വിളിക്കുന്നത്, അറിവിന്റെ ഒരു ഉറവിടം എന്ന് വിളിക്കുന്നത് ഇതൊക്കെ കൊണ്ടാണ്. ഓക്കെ, പിന്നെ അത് മാത്രമല്ല മറ്റൊരു സവിശേഷത കൂടി എന്തിനുണ്ട് നമ്മുടെ കോൺസ്റ്റന്റിനോപ്പിളിൽ? എന്താണ് ആ സവിശേഷത? ഒന്ന് നോക്കൂ. ഗേറ്റ് വേ ഫ്രം ഏഷ്യ ടു യൂറോപ്പ്. ഏഷ്യ എന്ന് പറയുന്ന കോണ്ടിനെന്റിൽ നിന്ന് യൂറോപ്പ് എന്ന് പറയുന്ന കോണ്ടിനെന്റിലോട്ടുള്ള ഒരു ഗേറ്റ് വേ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കവാടമായിരുന്നു ഈ കോൺസ്റ്റന്റിനോപ്പിൾ. ഓക്കെ, അത് പറയുന്ന ഒരു ചിത്രമാണ് ഇനി കൊടുക്കുന്നത്. ഓക്കെ, നോക്കൂ. ഈ ഒരു ചിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഏഷ്യ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് യൂറോപ്പിലോട്ട്, അല്ലെ? യൂറോപ്പിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുണ്ട് ഈ ഒരു മാപ്പ്. ഏഷ്യയിൽ നിന്ന് യൂറോപ്പിലോട്ട് കടക്കുന്ന ഒരു സ്ഥലം, അവിടെ ചെറിയൊരു ഗ്യാപ്പ്. ഈ സ്ഥലത്ത് കൂടെ മാത്രമേ ഏഷ്യയിൽ നിന്ന് യൂറോപ്പിലോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ അതാണ് പറയുന്നത് ഏഷ്യ ടു യൂറോപ്പ്, ദ ഗേറ്റ് വേ ഫ്രം ഏഷ്യ ടു യൂറോപ്പ്. ഏഷ്യയിൽ നിന്ന് യൂറോപ്പിലോട്ടുള്ള കവാടമായിരുന്നു നമ്മുടെ കോൺസ്റ്റന്റിനോപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കോൺസ്റ്റന്റിനോപ്പിളിന്റെ ഫീച്ചേഴ്സ് ആണ് പറയുന്നത്. ഫസ്റ്റ് പറയുന്നു സെന്റർ ഓഫ് നോളജ്. ഓക്കെ, നിങ്ങളും എന്റെ കൂടെ വായിക്കുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. ഫസ്റ്റ് പറയുന്നത് സെന്റർ ഓഫ് നോളജ്. സെക്കൻഡ് പറയുന്നു അബൌട്ട് സ്കോളേഴ്സ് ആൻഡ് എ ട്രഷർ ട്രോവ് ഓഫ് സ്കോളർലി ടെക്സ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നു ഗേറ്റ് വേ ഫ്രം ഏഷ്യ ടു യൂറോപ്പ്. ഏഷ്യയിൽ നിന്ന് യൂറോപ്പിലോട്ടുള്ള ഒരു കവാടമായിരുന്നു ഗേറ്റ് വേ. എന്താ ഗേറ്റ് വേ എന്ന് പറഞ്ഞാൽ? കവാടം. ഓക്കെ, ഗേറ്റ് വേ ഫ്രം ഏഷ്യ ടു യൂറോപ്പ്.
ഒരു കവാടമായിരുന്നു, ഏഷ്യയിൽ നിന്ന് യൂറോപ്പിലോട്ടുള്ള ഒരു കവാടമാണ് എന്ത് നമ്മുടെ കോൺസ്റ്റന്റിനോപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഹഗിയ സോഫിയ എന്ന് പറയുന്ന പ്രശസ്തമായിട്ടുള്ള വേൾഡ് ഹിസ്റ്ററിയിലെ തന്നെ നമ്പർ 1 ഒരു മോനുമെന്റ് ആയിട്ടുള്ള ഒന്നാണ് ഹഗിയ സോഫിയ. അത് തുർക്കിയിൽ ഇപ്പോൾ ചരിത്ര മ്യൂസിയം ആയിട്ട്, വേൾഡ് ഹിസ്റ്ററി മ്യൂസിയം ആയിട്ടൊക്കെ അത് പ്രിസർവ് ചെയ്ത് വരുന്നുണ്ട്. അതിനുശേഷം നമ്മൾ പറഞ്ഞിട്ടുള്ളത് കോൺസ്റ്റന്റിനോപ്പിളിനെ കുറിച്ചാണ്. അത് എവിടെയാണ് സിറ്റുവേറ്റഡ് ആയിട്ടുള്ളത്? ഹഗിയ സോഫിയ കോൺസ്റ്റന്റിനോപ്പിളിലാണുള്ളത്. അപ്പോൾ കോൺസ്റ്റന്റിനോപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? ഈസ്റ്റേൺ റോമൻ എംപയറിന്റെ ക്യാപിറ്റലാണ്. അത് ഇസ്താംബുൾ ആണ്. അതിന്റെ പേര് കോൺസ്റ്റന്റിനോപ്പിളിന്റെ ഇപ്പോഴത്തെ പേര്, പ്രസന്റ് നെയിം എന്താണ്? ഇസ്താംബുൾ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതിന്റെ ഫീച്ചേഴ്സുമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊന്നും മറന്നു പോകരുത്.